ഹലോ ഗൈസ്, അങ്ങനെ ഞാനും കങ്കു എന്ന് പറയുന്ന പടം കണ്ടു കഴിഞ്ഞപ്പം സൂര്യ മറ്റേ പ്രസ് മീറ്റിലൊക്കെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് ഈ പടം കണ്ടു കഴിയുമ്പോഴും തോന്നുന്നത്. Any creator, any director in Indian film industry വായ പൊളന്ന് பார்க்க പോறாங்க. സൂര്യ ഇത് പറഞ്ഞപ്പോൾ പറയാൻ മറന്നതായിരിക്കും. ക്രിയേറ്റേഴ്സും ഡയറക്ടേഴ്സും മാത്രമല്ല, ഈ പടം കാണുന്നവരും വായപ്പൊളന്ത് ഇരിക്കും എന്നുള്ളത്. എന്തോന്ന് പടവിടെ. എനിക്ക് 2 മണിക്കൂർ 20 മിനിറ്റ് എങ്ങാണ്ടുണ്ട് പടം. അതിനകത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അലർച്ചയാണ്. അതുകൊണ്ട് പടം കാണുന്ന ആരും ഉറങ്ങത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം ഭയങ്കര അലർച്ച. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് ആണെങ്കിലും വലിയ ഗുണമില്ല. പിന്നെ ഇതിനകത്തൊരു ചെറുക്കനൊക്കെ ഉണ്ട്. ആ ചെറുക്കൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് മര്യാദയ്ക്ക് പടം ഓടിയാൽ. നമുക്ക് വില്ലനോട് പോലും ഇത്രയും ദേഷ്യം തോന്നത്തില്ല. ഈ ചെറുക്കൻ എങ്ങനെയും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയെന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ തോന്നത്തുള്ളൂ. പിന്നെ ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ ഭയങ്കര ശോകമാണ്. സൂര്യയും ദിശ പട്ടാനിയും പിന്നെ യോഗി ബാബു ഇത്രയും പേരും തകർത്ത് നല്ല അടിപൊളിയായിട്ട് വെറുപ്പിച്ച് വെച്ച സീനാണ് ആദ്യത്തെ ഒരു 20 മിനിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ കാട്ടി വെച്ചുള്ള കുറേ പരിപാടിയുണ്ട്. സത്യം പറഞ്ഞാൽ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം പടം ഇതായിരിക്കും. സാധാരണ ഒരു സൂര്യ പടത്തിന് ഇപ്പം നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ പോലും പുള്ളിയുടെ അഭിനയം അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിനകത്ത് അതും നേരെ തിരിച്ചാണ്. അഭിനയം കൊള്ളത്തില്ല, സ്ക്രിപ്റ്റും കൊള്ളത്തില്ല, പടം മൊത്തത്തിലെ ഒന്നും കൊള്ളത്തില്ല. ഇതിനകത്ത് ഒരു ഇച്ചിരിയെങ്കിലും കൊള്ളാമെന്ന് പറയണമെങ്കിൽ സൂര്യയുടെ മറ്റേ കാട്ടിൽ വെച്ചുള്ളൊരു എൻട്രി ഉണ്ട്, അത് വലിയ കുഴപ്പമില്ലാതെ കൊള്ളാം. പിന്നെ ഇതിനകത്ത് ചില മറ്റേ ടിക്ടോക്കിലൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന പോലെ കുറേ സാധനങ്ങളൊക്കെ ഈ ആദ്യത്തെ 20 മിനിറ്റിലൊക്കെ അവർ കയറ്റിയിട്ടുണ്ട്. എന്തിനാണോ എന്തോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റേ OTTയിൽ ഇറങ്ങിയതിനകത്ത് കുറച്ചുകൂടെ ട്രിം ചെയ്തിട്ടുണ്ടെന്ന്. 2 മണിക്കൂർ എങ്ങാണ്ട് 20 മിനിറ്റ്, മറ്റേ തിയേറ്ററിൽ എങ്ങാണ്ട് ഓടിയത് 2 മണിക്കൂർ 30 മിനിറ്റോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതിനകത്ത് ക്യാമിയോ റോളൊക്കെ ഉണ്ട്, എന്തിനു വേണ്ടിയാണോന്നൊന്നും അറിയത്തില്ല. പിന്നെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അവരിതിൻ്റെ സെക്കൻഡ് പാർട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇറക്കാൻ വഴി കുറവായിരിക്കും, കാരണം പടം ഇത് പൊട്ടിയല്ലോ. ചിലപ്പോഴേ ഇറക്കുള്ളായിരിക്കും. ഇതിനകത്ത് മുതലയുമായിട്ടൊക്കെ സൂര്യയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ ആ ഫൈറ്റിൻ്റെ എല്ലാ അടി CGI എന്ന് എഴുതി കാണിക്കുന്നു. ഈ കാണുന്ന പ്രേക്ഷകർ ഇനി ഒറിജിനൽ മുതലയായിട്ടാണ് ഫൈറ്റ് എന്നൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല. ഞാൻ വേറൊരു പടത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ CGI എന്നൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ. പിന്നെ നായികയ്ക്കൊക്കെ ആണെങ്കിലും വലിയ റോളൊന്നുമില്ല. പക്ഷേ ഈ പടം അനൗൺസ് ചെയ്ത് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ദിശ പട്ടാനിയുടെയൊക്കെ കുറേ മറ്റേ ട്രെയിനിങ് വീഡിയോസും ഫൈറ്റിംഗ് വീഡിയോസ്, ഫൈറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ വന്നായിരുന്നു. പക്ഷേ അതൊക്കെ എന്തിനാണെന്നറിയത്തില്ല. ഇതിനകത്തൊന്നും ആ ഒരു സീനോ അല്ല ഒരു ഫൈറ്റ് പോലും അവരുടെ ഒന്നും കണ്ടില്ല. ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ 350 കോടി രൂപയുണ്ട്. അത്രയും കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിലേക്ക് എത്ര പടം വന്നേനെ. ഏതായാലും ഈ പടം ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം വഹിച്ച പടം എന്നുള്ള റെക്കോർഡ് ഇപ്പം കൺകുവയ്ക്കാണ്. അത് നേരത്തെ പ്രഭാസിൻ്റെ രാധേശ്യാമിനായിരുന്നു. സത്യം പറഞ്ഞാൽ ഹൈപ്പ് ഇപ്പം ഏതൊക്കെ പടത്തിന് ഹൈപ്പ് കൊടുക്കുന്നു ആ പടം എല്ലാം ഫ്ലോപ്പാണ്. ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ അല്ല കാരണം, കഥയില്ലാത്തതിൻ്റെയും മര്യാദയ്ക്ക് എടുക്കാത്തതിൻ്റെയാണ് കാരണം. പക്ഷേ ഈ പടം ഇച്ചിരൂടെയൊക്കെ നല്ല രീതിയിലാക്കായിരുന്നു. ഈ ഒരുമാതിരി കുറേ പാസമൊക്കെ കൊണ്ടിട്ട് ആ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിനകത്തെ BGM, സാധാ BGM ഒക്കെ ഇടുമ്പം മറ്റേ നായകനെ കുറച്ച് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന രീതിയാണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഒരു ചുമ്മാ ഒരു BGM ഇടുന്നു, നായകനും വന്ന പോലെ ചെയ്യുന്നു എന്നുള്ളൊരിതല്ലാതെ BGMഉം ഈ പടത്തിൽ അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. സൂര്യയുടെ ഒരു കംബാക്ക് ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ച് ഈ പടത്തിൽ. ഇനിയിപ്പം അടുത്ത കാർത്തിക് സുബരാജിൻ്റെ പടം വരുന്നുണ്ടല്ലോ, അതിലാണ് ഒരു ഇച്ചിരി പ്രതീക്ഷയുള്ളത്. ഡിസംബർ മാസം എന്ത് ഡേറ്റിന് അനൗൺസ് പண்றோம், ഇതേ പാസോടെ ഇങ്ങ സക്സസ് മീറ്റ് നടക്കും. അപ്പം ഇനി ഇതും ഉണ്ടോ? ഇതാണ് പറയുന്നത്, ഒരു പടം ഇറങ്ങുന്നതിന് മുന്നേ ഓവർ ഹൈപ്പ് കൊടുക്കരുതെന്ന്. ഇനിയിപ്പോൾ ഈ പുള്ളിയൊക്കെ ഈ സക്സസ് മീറ്റ് എവിടെ കൊണ്ട് നടത്തും? പടം വിജയിച്ചാലല്ലേ സക്സസ് മീറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഏതായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം OTT റിലീസ് ആയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ കാണുക. അപ്പം ഓക്കെ, ബൈ.